Hi dear students, welcome to our YouTube channel Learn Easy. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 10 This World of Things. നോക്കാം. Let us take a look around us. ഇവിടെ കുശി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കുഞ്ഞ് കഥയാണ് പറയുന്നത്. കുശി reached school early. Sunlight shone through the windows and the classrooms looked bright and beautiful. കുശി നേരത്തെ തന്നെ സ്കൂളിലെത്തിയപ്പോൾ എന്താ കുശി കണ്ടത്? സൺലൈറ്റ് വിൻഡോസ് കൂടെ നന്നായിട്ട് ക്ലാസ് റൂമിലേക്ക് വരുന്നതായിട്ട് കണ്ടു. അത് വളരെ എന്തായിരുന്നു? ബ്യൂട്ടിഫുള്ളും ആയിരുന്നു. കുശി വാണ്ടഡ് ടു ക്യാപ്ചർ ദീസ് സീൻ ഇൻ എ പിക്ചർ. കുശിക്ക് അത് കണ്ടപ്പോൾ എന്താണ്? വളരെ സന്തോഷമായി, ഇഷ്ടമായിട്ട് എന്ത് ചെയ്തു? കുശി വിചാരിക്കുകയാണ് എന്ത് ചെയ്യണം, ഈ സീനെ ഒരു പിക്ചറിൽ പകർത്തിയെടുക്കാം, ചിത്രം വരച്ചെടുക്കാം എന്ന് വിചാരിക്കുകയാണ്. ഹിയർ ഈസ് വാട്ട് ഹി ഡ്രൂ. എന്താണ് ആ ക്ലാസ് റൂം? കുശി എന്ത് ചെയ്യാണ്? ഒരു പേപ്പറിൽ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. Can you name the things that കുശി has drawn? Write in the boxes given. ഇതില് കുശി വരച്ച പിക്ചറിൽ എന്തെല്ലാമാണ് ഉള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബോക്സസിൽ എഴുതാനാണ് പറയുന്നത്. നോക്കാം. നോക്കൂ. ഇതാണ് കുശിയുടെ ക്ലാസ് റൂം. കുശിയുടെ ക്ലാസ് റൂമിൽ എന്തൊക്കെയാണുള്ളത്? ലൈറ്റ് ഉണ്ട് അല്ലേ? പിന്നെ എന്താണത്? ബ്ലാക്ക് ബോർഡ് ഉണ്ട്. പിന്നെ ഇതെന്താണ്? ഡോറ്, ചെയർ ഉണ്ട്, ടേബിൾ, ഇതെന്താ? സ്വിച്ച് ബോർഡ്. പിന്നെ വിൻഡോ ഉണ്ട്. വിൻഡോ കൂടെ എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു ട്രീ കാണുന്നുണ്ട്, നമുക്ക് ഫ്രൂട്ട്സ് കാണാനുണ്ട്, ബേർഡ് അല്ലെ, ഒരു ക്രോ പോലെ തോന്നുന്നുണ്ട് ആ ബേർഡിനെ കണ്ടാ അല്ലേ? ക്രോ, വിൻഡോസ്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? റോക്ക് കാണുന്നുണ്ട്, നമ്മൾ ഫ്രൂട്ട്സ് കാണുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലെ? പിന്നെ എന്താണുള്ളത്? കാർപ്പറ്റ്. Draw a picture of your classroom in your notebook. Label the things that you have drawn. കുശി ചെയ്ത പോലെ തന്നെ നിങ്ങളെ ക്ലാസ് റൂമിന്റെ പിക്ചർ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ വരച്ചിട്ട് ഇതുപോലെ എന്തെല്ലാമാണ് ക്ലാസ്സിലുള്ളത് എന്നുള്ളത് അടയാളപ്പെടുത്തുക. ഓക്കെ. കുശി ഈസ് ക്യൂരിയസ്. Where have all these things come from? What are they all made of? She thought. കുശി ചിന്തിക്കുകയാണ്, എവിടെ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം വന്നത്? എവിടെയുള്ള സാധനങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? എവിടെ നിന്നാണ് അതെല്ലാം വന്നത്? അതിനെ പറ്റിയിട്ടൊക്കെ കുശി ഭയങ്കര ക്യൂരിയസ് ആയി. Let us help കുശി to find out. നമുക്ക് കുശിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. The table and chair are made of wood. Where do we get wood from? ആ ടേബിളും ചെയറും ഒക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്? വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. എവിടുന്നാ നമുക്ക് വുഡ് കിട്ടുന്നത്? മരത്തിൽ നിന്ന് അല്ലെ? ട്രീസിന്റെ നല്ല കട്ടിയുള്ള ആ സ്റ്റെം ഭാഗം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഇതുപോലെയുള്ള ഫർണിച്ചറുകളെല്ലാം ഉണ്ടാക്കാറ് അല്ലേ? ചെയറ്, ടേബിള്, കട്ടിലുകള്, അങ്ങനത്തെ നമ്മൾ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, സോഫകളെല്ലാം ഉണ്ടാക്കാൻ, സോഫയുടെ ഫ്രെയിമുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ഉപയോഗിക്കാറുണ്ട്? വുഡ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്തെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്? വുഡ് ഷെൽഫുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? മരത്തിന്റെ വുഡിന്റെ ഷെൽഫുകളുണ്ട്, ഡോറുകളുണ്ട്. നമ്മൾ പറഞ്ഞു കുശിയുടെ ക്ലാസ് റൂമിലുള്ള ടേബിളും ചെയറും ഒക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ? ഇനി എന്താണ്? ഡോറിന്റെ നെയിൽസ്, ഹിഞ്ചസ്, അതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത്? മെറ്റൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഡോറിന്റെ കൊളത്തുകള്, വിജാഗിരികള്, ലോക്കുകള്, അതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടാ? മെറ്റൽ കൊണ്ടാണ്. എന്താ ഈ മെറ്റൽ എന്ന് പറഞ്ഞ? മെറ്റൽ എന്ന് പറയുന്നത് ഇത് എവിടുന്നാ കിട്ടുന്ന മെറ്റൽസ്? മെറ്റൽസ് കിട്ടുന്നത് എവിടുന്നാന്ന് അറിയോ? നമ്മളെ ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്നതാണ് മെറ്റൽസ്. Metals are carefully extracted from certain rock and sediment from inside the earth. എർത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്, നമ്മൾ കുഴിച്ചെടുക്കുന്നതാണ് ഈ മെറ്റൽസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏതൊക്കെ മെറ്റൽസാ കണ്ടിട്ടുള്ളത്? നമുക്ക് ചുറ്റും കാണുന്ന മെറ്റൽസ് ഏതൊക്കെയാണ്? ഗോൾഡ്, കോപ്പർ. ഗോൾഡ് എന്താണെന്ന് അറിയില്ലേ? ഗോൾഡിന്റെ മാലകളും വളകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. കോപ്പറിന്റെ കളർ തന്നെ നിങ്ങൾക്ക് കാണാനില്ലേ? കളർ വ്യത്യാസം കാണുന്നില്ലേ? പിന്നെ എന്താണ്? അയൺ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലേ? അയണിന്റെ സാധനങ്ങളെല്ലാം കിച്ചണിലൊക്കെ പോയിട്ട് അയണിന്റെ പാത്രങ്ങളൊക്കെ ഉണ്ടോന്ന് അമ്മയോട് ചോദിച്ച് കാണിച്ചു തരാൻ പറയണേ. പിന്നെ അലുമിനിയം, പിന്നെ സിൽവർ പാദസരങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വേറെന്താണുള്ളത്? മെർക്കുറി ഇൻ എ തെർമോമീറ്ററിൽ
ഇങ്ങനെ സിൽവർ കളറിൽ കാണുന്നതാണ് എന്ത്? മെർക്കുറി. മെർക്കുറിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മെർക്കുറി എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ ആണ്. ലിക്വിഡ് ഫോമിലുള്ള മെറ്റൽ ആണ് മെർക്കുറി. നിങ്ങൾ ഈ തെർമോമീറ്റർ വെച്ചിട്ടാണ് പനിയൊക്കെ നോക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ടെല്ലാം പനിയൊക്കെ നോക്കുന്നത് ഇങ്ങനത്തെ തെർമോമീറ്റർ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഇതിന്റെ മെറ്റൽസ് മാത്രമല്ല, നമുക്ക് ചുറ്റും വേറെ എന്താണ്? അലോയ്സുകൾ ഉണ്ട്. അലോയ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ മിക്സ്ചർ ഓഫ് മെറ്റൽസ്. മെറ്റലുകളുടെ ഒരു മിക്സ്ചർ, അല്ലെങ്കിൽ മെറ്റലും വേറെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് എന്ത്? അലോയ്സ്. എന്തൊക്കെ അലോയ്കൾ ഏതൊക്കെയാണ്? സ്റ്റീൽ പാത്രങ്ങള് കണ്ടിട്ടില്ലേ? അത് എന്താണ്? അലോയ് ആണ്. അതുപോലെ തന്നെയാണ് എന്താണ്? ബ്രാസ് ഒരു അലോയ് ആണ്. ബ്രോൺസും ഒരു അലോയ്ക്ക് എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ ഇതിലൊക്കെ കളർ ഡിഫറൻസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? ഇനി നിങ്ങളെ ചുറ്റും ഇതല്ലാതെ വേറെ എന്തെല്ലാമാണ് ഈ മെറ്റലുകൾ പലതരത്തിലുള്ള മെറ്റൽ കൊണ്ടും അലോയ്സ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളെന്ന് നിങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കണം. Find as many things or parts of things that are made of metals. നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും കുറേ കാര്യങ്ങൾ, കുറേ സാധനങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മെറ്റൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ? Which metals do you recognize around you? If you do not know the name of the metal, ask your friends or an elder. Make a list of these metals in your notebook. നിങ്ങളുടെ ചുറ്റുമുള്ള അതിന്റെ സാധനങ്ങളുടെ എല്ലാം പേരും അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നൊക്കെ ഉള്ളതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ, എൽഡേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ട്. What are other things in the classroom such as mat, bulb and electric switch made of? നമ്മുടെ ക്ലാസ് റൂമിൽ വേറെ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്? സ്വിച്ച് ബോർഡ് ഉണ്ടായിരുന്നു, ബൾബ് ഉണ്ടായിരുന്നു അല്ലെ, മാറ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മാറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ക്ലോത്ത് കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ എന്തായിരിക്കും? റബ്ബർ മാറ്റുകളല്ലാണ്ട്. പിന്നെ ബൾബ് എന്തുകൊണ്ടാണ്? ഗ്ലാസ് കൊണ്ട്. പിന്നെ ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്? പ്ലാസ്റ്റിക് കൊണ്ട് അല്ലെ. അങ്ങനെ ഓരോ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ അതെല്ലാം ഒബ്സർവ് ചെയ്യുക. See through materials. Kushi was sitting at her desk. She could see a tree laden with beautiful flowers. അവൾ കുശി എന്താ ചെയ്യുന്നത്? അവളുടെ ഡെസ്കിൽ ഇരിക്കുമ്പോൾ അവൾക്ക് ജനലിൽ കൂടെ, വിൻഡോ കൂടെ എന്ത് കാണുന്നുണ്ട്? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ട്രീ കാണുന്നുണ്ട്. She reached out to touch them. അവൾ എന്ത് ചെയ്തു? അത് ടച്ച് ചെയ്യാൻ വേണ്ടിട്ട്, ആ ട്രീസിനെയും ഫ്ലവേഴ്സിനെയൊക്കെ ടച്ച് ചെയ്യാൻ വേണ്ടിട്ട് അതിനടുത്തേക്ക് പോയി. Her hand touched the glass pane. അവൾ അതിന്റെ അടുത്തേക്ക് പോയി. അത് ടച്ച് ചെയ്യാൻ പോയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവളെ കൈ എവിടെയാണ് പോയി ടച്ച് ചെയ്തത്? ഗ്ലാസ്സിലാണ്. വിൻഡോയിൽ ഉണ്ടാകുന്ന ഗ്ലാസ് ഇല്ലേ, ആ ഗ്ലാസ് പെയിനിലാണ് അവളെ എന്ത് ചെയ്തത്? കൈ ടച്ച് ചെയ്ത്. At first Kushi did not notice the window pane. അതുവരെ അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഇത് ഇങ്ങനെയുള്ള ഗ്ലാസ് പെയിൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. They were made of glass, and she realized that she had been able to see the flowers and trees through the glass. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അത് എന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതാണ്. അതുകൊണ്ടാണ് അവൾക്ക് അതിലൂടെ ട്രീസിനെയും ഫ്ലവേഴ്സിനെയും എല്ലാം കാണാൻ കഴിഞ്ഞത്. ഗ്ലാസ് എങ്ങനെയാണ്? നമുക്ക് ഗ്ലാസ്സിലൂടെ കാണാൻ പറ്റൂല്ലേ? ഒരു ഭാഗത്ത് ഉള്ള സാധനങ്ങൾ മറുപുറത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഗ്ലാസ്സിലൂടെ നോക്കി കാണാൻ പറ്റും. നിങ്ങളുടെ വിൻഡോസ് ഒക്കെ എങ്ങനെയാണ്? ഇതുപോലെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണോ? നിങ്ങൾക്ക് അത് കൂടെ കാണാനൊക്കെ കഴിയാറുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ അതിലൂടെ കാണാറുള്ളത് എന്നാണ് ചോദിക്കുന്നത്. Think through things. Collect a few small objects of different materials from your surroundings like bottles, paper, cloth, utensil, etc. നിങ്ങളെ ചുറ്റുപാട് നിന്ന് നിങ്ങൾ കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യണം? മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്യുക. ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ലുക്ക് അറ്റ് എ ലൈറ്റ് ബൾബ് ഓർ എ കാൻഡിൽ ഫ്ലെയിം ത്രോ them. നിങ്ങൾ ഒരു ലൈറ്റോ ഇല്ലെങ്കിൽ ഒരു കാൻഡിൽ കത്തിച്ചു വെക്കുക എന്തെങ്കിലും ചെയ്തിട്ട്, അല്ലെങ്കിൽ ടോർച്ചോ എന്തെങ്കിലും ലൈറ്റ് പോലെ വെളിച്ചം വരുന്ന സാധനം പോലെയുള്ളത് എന്തെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് നിങ്ങൾ കളക്ട് ചെയ്ത സാധനത്തെ കൂടെ എന്ത് ചെയ്യണം? ആ ലൈറ്റിനെ നോക്കുക. യു ക്യാൻ സീ ത്രൂ സം ഒബ്ജക്ട് വെരി ക്ലിയർലി. ചില സാധനങ്ങളിലൂടെ, ചില ഇതിലൂടെ നോക്കുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് ആ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ചില വസ്തുക്കളിലൂടെ നോക്കുമ്പോൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, പാർഷ്യൽ ആയിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. ചിലതിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനേ പറ്റുന്നുണ്ടാവില്ല അല്ലെ? അങ്ങനെയല്ലേ? ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കണേ.
These objects from those you can see through very clearly to though you cannot see through at all. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പൊ കുറച്ച് വസ്തുക്കളെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ലൈറ്റിലൂടെ നോക്കാൻ പറഞ്ഞില്ലേ? എന്നിട്ട് നോക്കുമ്പോ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ ലൈറ്റിനെ കാണുന്നുണ്ടെങ്കിൽ ആ വസ്തുക്കളെയൊക്കെ നിങ്ങൾ ഒരു റോക്കിൽ വെക്കുക. ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പാർഷ്യലായിട്ടേ കാണുന്നുള്ളൂ എങ്കിൽ ആ വസ്തുക്കളെയൊക്കെ എന്ത് ചെയ്യണം? ആ ഒബ്ജക്റ്റിനെയൊക്കെ വേറൊരു റോ ആക്കി വെക്കാം. നിങ്ങൾക്ക് അതിലൂടെ കാണാനേ പറ്റുന്നില്ല, നിങ്ങൾക്ക് ആ ഒബ്ജക്ട്സിലൂടെ നോക്കുമ്പോൾ കാണാനേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ വേറൊരു റോ ആക്കി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്? ഇങ്ങനെ സീ ത്രോ ക്ലിയർലി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു റോ ആക്കി വെക്കുക. സീ ത്രോ പാർഷ്യലി എന്ന് പറഞ്ഞിട്ട് വേറെ റോ ആക്കി വെക്കുക. cannot see through at all എന്ന് പറഞ്ഞിട്ട് വേറെ റോ. അങ്ങനെ 3 റോ ആക്കിയിട്ട് വെക്കുക. അതിൽ ഏതൊക്കെയാ പെടുന്നത് നമുക്ക് നോക്കി വെക്കാം. ഏത് കൂടെ നോക്കിയാലാണ് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാൻ പറ്റുന്നത്? ഗ്ലാസ് കൂടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ്സുകളാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെന്താണ്? ക്ലിയർ ആയിട്ട് പ്ലാസ്റ്റിക് ഷീറ്റുകളിലൂടെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? പിന്നെ എന്തൊക്കെ കാണാൻ പറ്റുന്നത്? നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ബാക്കി ഫിൽ ചെയ്യണം കേട്ടോ. സീ ത്രോ പാർഷ്യലി കുറച്ച് മാത്രം കാണാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? കുറച്ച് തിന്നായിട്ടുള്ള ക്ലോത്ത്സികളിലൂടെ ഒക്കെ നോക്കി നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? പാർഷ്യൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെന്താണ്? വാക്സ് പേപ്പർ, ബട്ടർ പേപ്പർ പോലത്തെയുള്ള സാധനങ്ങൾ. കനോട്ട് സീ ത്രൂ അറ്റ് ആൾ. നിങ്ങൾക്ക് എന്തിലൂടെ നോക്കിയാലാണ് തീരെ ലൈറ്റിനെ കാണാൻ പറ്റാത്തത്? വുഡിലൂടെ നോക്കിയാൽ കാണാൻ പറ്റില്ല അല്ലെ? വുഡിന്റെ എന്തെങ്കിലും ഒബ്ജക്റ്റ് എടുത്തിട്ട് നിങ്ങൾ അതിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മെറ്റൽസിന്റെ എന്തെങ്കിലും പാത്രങ്ങളോ ഇല്ലെങ്കിൽ ഒബ്ജക്റ്റുകളോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ അതിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡുകൾ എടുത്താൽ കാണാൻ പറ്റുന്നുണ്ടോ? അതുപോലെ തിക്ക് ക്ലോത്ത്സുകൾ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് അപ്പുറത്തുള്ള ലൈറ്റിനെ നമുക്ക് അതിലൂടെ കാണാൻ പറ്റുന്നില്ല അല്ലെ? അപ്പൊ നിങ്ങൾ അങ്ങനെ 3 റോ ആക്കി വെക്കുക. തിങ്സ് ദാറ്റ് യു ക്യാൻ സീ ത്രൂ ആർ കാൾഡ് ട്രാൻസ്പെറന്റ്. നിങ്ങൾക്ക് ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ലൈറ്റിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്ട്സിനെ നമ്മൾ എന്താ പറയാ? ട്രാൻസ്പാരന്റ് എന്നാണ് പറയാ അല്ലെ? ഗ്ലാസിനെയൊക്കെ നമ്മൾ എന്ത് പറയുന്നു? ട്രാൻസ്പാരന്റ് എന്നാണ് പറയുന്നത്. മോസ്റ്റ് കൈൻഡ് ഓഫ് ഗ്ലാസസ് ആർ ട്രാൻസ്പെറന്റ്. നെയിം വൺ മോർ മെറ്റീരിയൽസ് ദാറ്റ് ഈസ് ട്രാൻസ്പെറന്റ്. നിങ്ങൾക്ക് അറിയുന്ന ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ പേരുകൾ എന്ത് ചെയ്യണം? ഇവിടെ ഫിൽ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ വേറെ എന്താ പറഞ്ഞേ? സീ ത്രോ പാർഷ്യലി. ചില വസ്തുക്കളിലൂടെ ചില ഒബ്ജക്റ്റിലൂടെ നമുക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യാം? പാർഷ്യൽ ആയിട്ട് കാണുന്നുണ്ട്, മുഴുവൻ കാണുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ? അതിനെ എന്താ നമ്മൾ പറയാ? some things are in between, that is you can see through them only partially, they are called translucent. നമ്മൾ നന്നായി കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്പാരന്റ് എന്ന് പറഞ്ഞു. കുറച്ചേ കാണുന്നുള്ളൂ എങ്കിൽ അതിനെ എന്ത് പറയും? ട്രാൻസ്ലൂസന്റ് എന്ന് പറയും. എന്താ പറയാ? ട്രാൻസ്ലൂസന്റ്. ഫൈൻഡ് സം മെറ്റീരിയൽസ് ദാറ്റ് ആർ ട്രാൻസ്ലൂസന്റ്. നിങ്ങൾ അതുപോലെ തന്നെ ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ കൊണ്ട് പേരുകൾ കണ്ടെത്തിയിട്ട് ആ കോളത്തിൽ ഫില്ല് ചെയ്യാം. നമ്മൾ അതുപോലെ വേറൊരു കോളം കൂടി ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? നമുക്ക് നോക്കിയാൽ തീരെ ലൈറ്റിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ ഒരു റോ ആയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇത്തരം മെറ്റീരിയൽസിനെ നമ്മൾ എന്താ പറയാ? ഒപ്പാക്. യു ക്യാൻ സീ ത്രൂ ദ ഗ്ലാസ് ബട്ട് യു cannot see through wood. വുഡിലൂടെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാ? കാണാൻ പറ്റില്ല അല്ലെ? വുഡ്, കാർഡ്ബോർഡ് അതിലൂടെ ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. അത്തരം മെറ്റീരിയൽസിനെ ദാറ്റ് മെറ്റീരിയൽസ് യു cannot see through are called opaque. ഗ്ലാസ് ഈസ് ട്രാൻസ്പെറന്റ്. ഗ്ലാസ് എന്താണ്? ട്രാൻസ്പെറന്റ് ആണ്. ബട്ട് വുഡ് ഈസ് ഒപ്പാക്. അപ്പൊ നമ്മൾ 3 തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ? എന്തൊക്കെയാ പറഞ്ഞേ? നന്നായിട്ട് നമുക്ക് വസ്തുക്കളിലൂടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒബ്ജക്ട്സിലൂടെ കാണാൻ പറ്റുന്നുണ്ട് ലൈറ്റിനെങ്കിൽ നമ്മൾ അതിനെ പറയും ട്രാൻസ്പാരന്റ് എന്ന് പറയും. കുറച്ചേ കാണുന്നുള്ളൂവെങ്കിൽ ട്രാൻസ്ലൂസന്റ് എന്ന് പറയും. തീരെ കാണുന്നില്ലെങ്കിൽ ഒപ്പാക് എന്ന് പറയും. കളർ ദ വേർഡ്. Collect 2 or 3 see-through bags, bottles or thin clothes of different colors. A sheet of white paper, throw them. എന്നത് കുറച്ച് കളർ ബാഗുകളോ ബോട്ടിലുകളോ ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക. എന്നിട്ട് ലുക്ക് അറ്റ് എ ഷീറ്റ് ഓഫ് വൈറ്റ് പേപ്പർ, ത്രൂ ദം. Does the color of the paper appears to change? നിങ്ങൾക്ക് എന്താണ് കളർ ഓഫ് ദ പേപ്പറിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ടാണ് ഫീൽ ചെയ്യുന്നുണ്ടോ? യെസ്, ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. Does the color of the paper
appears to change. Does white paper appear different when you look at it through thin blue plastic or glass or thin yellow plastic or glass? ചേഞ്ച് ചെയ്യുന്നുണ്ടോ? യെസ്. എന്താ ചെയ്യുന്നത്? The white paper appears blue. എപ്പോഴാണ്? When see through thin blue plastic. Thin ആയിട്ടുള്ള blue plasticലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യും അത്? അത് ബ്ലൂ ആയി കാണും. നിങ്ങൾ അഥവാ യെല്ലോ പ്ലാസ്റ്റിക് പേപ്പറിലൂടെയാണ് നോക്കുന്നതെങ്കിൽ അപ്പൊ എന്താണ് ചെയ്യുക? The white paper will appears yellow. Very good. Do the color of different objects appears to change? How did a blue object looks through thin yellow plastic? ഒരു ബ്ലൂ ഒബ്ജക്റ്റ് യെല്ലോ പ്ലാസ്റ്റിക്കിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കളറിലാണ് കാണുന്നത്? ബ്ലാക്ക് കളറിലാണ് കാണുന്നത് അല്ലേ? നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ബ്ലൂവും യെല്ലോയും കൂടി മിക്സ് ആയി എന്ത് കളറാ കിട്ടുക എന്ന് നോക്കി നോക്കുക കേട്ടോ. Do the color of different object appears to change? Yes. The color of different object appears to change. Have you earlier experienced looking through colored transparent objects? Try to recall such experiences. ഇത് നിങ്ങൾ ചെയ്തു നോക്കേണ്ട കാര്യമാണ്. Is it made of? Let us return to Kushi's class. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? കുഷിയുടെ ക്ലാസ് റൂമിലേക്ക് തിരിച്ചു പോവാം അല്ലേ? In the table below, Kushi has grouped objects according to the materials that they are made of. The list of objects is in the first column of the table. The name of the materials are in the second column. ഇവിടെ എന്താണ്? ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതില് കുഷി എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ഒബ്ജക്ട്സുകളെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കോളത്തിൽ. സെക്കൻഡ് കോളത്തിൽ എന്താണ്? നെയിം ഓഫ് ദ മെറ്റീരിയൽ. അത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് സെക്കൻഡ് കോളം. തേർഡ് കോളം എന്താണ്? ഒബ്ജക്ട്സ് മെയ്ഡ് ഓഫ് ദിസ് മെറ്റീരിയൽ വിച്ച് ആർ ഇൻ യുവർ ക്ലാസ് റൂം ഹോം. നിങ്ങളുടെ വീട്ടിലോ ക്ലാസ് റൂമിലോ ഇതേ മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളുടെ പേരെഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് കുഷി എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? ടേബിൾ, ചെയർ, ഡോർ. ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? നെയിം ഓഫ് ദ മെറ്റീരിയൽ എന്താണ്? വുഡ് ആണ് അല്ലേ? വുഡ് കൊണ്ട് നിങ്ങൾ ക്ലാസ് റൂമിലോ ഒക്കെ നിങ്ങൾ കാണുന്ന വേറെ സാധനങ്ങൾ എന്തൊക്കെയുണ്ട്? പെൻസിൽ ഉണ്ട്. വേറെ എന്താ ഉള്ളത് നിങ്ങൾ വുഡ് കൊണ്ട് കാണുന്നത്? കട്ടിംഗ് പാഡുകളൊക്കെ ഉണ്ടാവും അല്ലെ? കട്ടിംഗ് പാഡ് വീട്ടില് പച്ചക്കറിയൊക്കെ അരിയാൻ ഉപയോഗിക്കുന്ന കട്ടിംഗ് പാഡ് ഉണ്ട്. പിന്നെ എന്താണുള്ളത്? വുഡൻ സ്പൂണുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഡോർ ഹിഞ്ചസ്, നെയിൽസ്. ഇതെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മെറ്റൽസ് കൊണ്ടാണ്. മെറ്റൽസ് കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ള വേറെ വസ്തുക്കൾ എന്താണ്? വീട്ടിലോ സ്കൂളിലൊക്കെ കണ്ടിട്ടുള്ളത് മെറ്റൽ സ്പൂണുകളെല്ലാം കണ്ടിട്ടുണ്ട് അല്ലെ? പിന്നെ എന്താണ്? ബെല്ല് കണ്ടിട്ടില്ലേ? സ്കൂളിലെല്ലാം ബെല്ലടിക്കുന്നൊക്കെ എന്തുപയോഗിച്ചിട്ടാണ്? മെറ്റൽ ആണ് ആ മെറ്റീരിയൽ. വിൻഡോ പെയിന്റ്സ്, ലൈറ്റ് ബൾബ്, അതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? ഗ്ലാസ് കൊണ്ടാണ്. ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വേറെ കാര്യങ്ങൾ എന്താണ്? മിററുകൾ അല്ലെ വീട്ടിൽ. പിന്നെ എന്തൊക്കെയാണ്? കണ്ണടകൾ അല്ലെ? നിങ്ങൾ എൽഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള സ്പെക്ടക്കിൾസ്. സ്വിച്ചസ് ഒക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പ്ലാസ്റ്റിക് കൊണ്ട്. അത് എന്തുകൊണ്ടാ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയുള്ള വേറെ സാധനങ്ങൾ എന്നൊക്കെ പറയൂ. ചെയർ ഉണ്ട്, ബോട്ടിലുകൾ ഉണ്ട്, ടോയ്സ് ഉണ്ട് അല്ലേ? അതുപോലെ നിങ്ങൾ താഴെ നിങ്ങൾക്ക് കുഷി കണ്ടുപിടിച്ച പോലെ നിങ്ങളും താഴെ കണ്ടുപിടിച്ചിട്ട് ഫിനിഷ് ചെയ്യാം. നിങ്ങളെ ഫുഡ് വെയർസ്, ടയറുകളൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയ വേറെ സാധനങ്ങൾ എന്തൊക്കെയാ? റബ്ബർ ബാൻഡുകള്, പിന്നെ ഇറേസറുകള്, അങ്ങനെയൊക്കെ നമുക്കത് എഴുതാവുന്നതാണ്. Where do all these materials come from? Sources. ഈ മെറ്റീരിയൽസ് എല്ലാം എവിടെ നിന്ന് വരുന്നത് എന്ന് നിങ്ങൾ എവിടെ എഴുതുക. ഫോർ എക്സാമ്പിൾ, വുഡ് എവിടുന്നാ വരുന്നത്? ട്രീയിൽ നിന്ന്. മെറ്റൽസ് നമ്മൾ മുന്നേ പഠിച്ചു അല്ലെ? എർത്ത് നിന്ന് നമ്മൾ എടുക്കുന്നതാണ്. എർത്ത്, റോക്സ് എന്നൊക്കെ പറയാം അല്ലെ? ക്ലോത്തുകൾ എവിടുന്നാ? പ്ലാന്റ്സ് നിന്ന് കിട്ടുന്നതുണ്ട്. പിന്നെ അനിമൽസ് അല്ലെ? നമ്മൾ സിൽക്ക് വൂം പോലെയുള്ളത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിൽക്ക് എടുക്കുന്നത്. പിന്നെ കെമിക്കൽസ്, പോളിസ്റ്റർ മെറ്റീരിയൽസ് ഒക്കെ കണ്ടിട്ടില്ലേ? ഇതൊക്കെ നമ്മൾ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. വെച്ചിരിക്കുന്ന ഗ്ലാസ് ഈസ് മോസ്റ്റ്ലി മെയ്ഡ് ഓഫ് സാൻഡ്. In their childhood, were these things made of the same materials? ഇത് നിങ്ങളെ ഗ്രാൻഡ് പാരന്റ്സിനോട് എന്താണ് ചോദിക്കേണ്ടത്?
ഇതേ മെറ്റീരിയൽസ് കൊണ്ടാണോ അവര് ചൈൽഡ്ഹുഡിലും സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്നത്? ആർ ദർ ന്യൂ മെറ്റീരിയൽസ് നൗ ദാറ്റ് ദേ മൈറ്റ് നോട്ട് ഹാവ് സീൻ ബിഫോർ? അവര് മുന്നേ കാണാത്തതായിട്ടുള്ള പുതിയ മെറ്റീരിയൽസ് എല്ലാം ഇപ്പോഴുണ്ടോ? ആർ ദർ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ഇന്ന് കാണപ്പെടാത്തതായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവ അങ്ങനെ കാണാത്തത് എന്നൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ഗ്രാൻഡ് പാരന്റ്സിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുക. ഡിഫറെന്റ് മെറ്റീരിയൽസ് may look different. Are they also different in other ways? Would you be able to recognize some materials even with your eyes closed? നിങ്ങൾക്ക് കണ്ണടച്ചിട്ട് ചില കാര്യങ്ങൾ, ചില മെറ്റീരിയൽസ് എല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്നാ ചോദിക്കുന്നത്. വാട്ട് മെറ്റീരിയൽസ് ഈസ് യുവർ സ്പൂൺ മെയ്ഡ് ഓഫ്? നിങ്ങൾ ഒരു സ്പൂൺ എടുത്തിട്ട് നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾക്ക് അത് തൊട്ട് നോക്കിയിട്ട് അത് എന്ത് മെറ്റീരിയൽ ആണെന്ന് പറയാൻ പറ്റുമോ? Is it made up of metal, wood or some other materials? You can guess. സ്മൂത്ത് ആണോ, റഫ് ആണോ, ഡൽ ആണോ, ഷൈനി ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ സ്റ്റീലിന്റെ സ്പൂൺ ഒക്കെ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും? അത് നല്ല സ്മൂത്ത് ആയിരിക്കും. പിന്നെ അത് തൊടുമ്പോ തന്നെ ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു തണുപ്പ് പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും അല്ലേ? ഇന്നത്തിന്റെ ആണെങ്കിലോ അത് തൊടുമ്പോ തന്നെ അറിയാം കുറച്ച് റഫ് ആയിരിക്കും അല്ലേ? സ്റ്റീൽ സ്പൂൺ ഒക്കെ കുറച്ച് ഷൈനി ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, തൊട്ട് നോക്കിയിട്ട് തന്നെ കാര്യങ്ങള് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ വീട്ടില് കിച്ചണിൽ പോയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ തൊട്ട് നോക്കുക എന്തൊക്കെ ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൽ കിട്ടുന്നത്, ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിലുള്ള ഡിഫറൻസ് എന്നൊക്കെ നോക്കി മനസ്സിലാക്കുക കേട്ടോ. നോക്ക് ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ സ്പീക്ക് ടു യു. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഈ പാത്രങ്ങളിൽ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ പ്രത്യേകിച്ച് എന്ത് ചെയ്യും, ഈ പാത്രങ്ങളിലും ഒക്കെ തട്ടിക്കളിക്കും. അവർക്ക് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? എന്താ ഇവിടെ അതേപോലെ നിങ്ങളോട് പറയുന്നത്? ടേക്ക് എ മെറ്റൽ സ്പൂൺ ആൻഡ് അറ്റ്ലീസ്റ്റ് ഫൈവ് ഒബ്ജക്ട് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ 5 തിങ്സ് നിങ്ങളോട് കളക്ട് ചെയ്യാനാണ് പറയുന്നത്. വുഡ്, മെറ്റൽസ്, പ്ലാസ്റ്റിക്, ക്ലോത്ത്സ് ആൻഡ് ഗ്ലാസസ്. Gently tap the spoon on each of them. അല്ലെ, ഓരോന്നിലും നിങ്ങൾ എന്ത് ചെയ്യാ, ആ മെറ്റൽ സ്പൂൺ കൊണ്ട് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി നോക്കുക, അടിച്ചു നോക്കുക. ലിസൺ ടു ദ സൗണ്ട് ദാറ്റ് ഈച്ച് ഓഫ് ദം മേക്സ്. ഓരോ ഒബ്ജക്ട്സും ഇല്ലെങ്കിൽ ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്ന സൗണ്ട് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? മേക്ക് യുവർ ഓൺ വേർഡ്സ് ടു ഡിസ്ക്രൈബ് ആൾ ദീസ് ഡിഫറെന്റ് സൗണ്ട്സ്. നിങ്ങൾ ഓരോ തട്ടി നോക്കിയിട്ട് അതിലുണ്ടാകുന്ന സൗണ്ടുകളുടെ ഡിഫറൻസ് എന്താണെന്ന് നോക്കുക. നിങ്ങൾക്ക് അതൊരു മ്യൂസിക് പോലെയാണെന്നൊക്കെ തോന്നുന്നുണ്ടാവും കുഞ്ഞു കുട്ടികൾക്ക്. Kushi's table is made of wood. What else is used to make tables? Can we use fabric or rubber to make a table? Why or why not? നമ്മള് മരം കൊണ്ട് ടേബിളുകൾ ഉണ്ടാക്കുന്നത് എന്താ, പേപ്പർ കൊണ്ട് ടേബിൾ ഉണ്ടാക്കാത്ത, ഇല്ലെങ്കിൽ റബ്ബർ കൊണ്ട് ടേബിൾ ഉണ്ടാക്കാത്ത എന്താണ്? വെരി ഗുഡ്. വുഡ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് ഹാർഡും റിജിഡും ആണ് അല്ലെ? നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഫ്ലെക്സിബിൾ ആവാൻ പാടില്ല. ടേബിൾ എന്നൊക്കെ പറയുന്നത് എന്ത് ചെയ്യാം, നമ്മൾ പറയുന്ന ഷേപ്പിൽ അത് അവിടെ വന്ന് നിൽക്കണം അല്ലേ? അതെങ്ങനെ എപ്പോഴും എപ്പോഴും ആ ഷേപ്പ് മാറിക്കൊണ്ടിരുന്ന നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? അതുപോലെ നമ്മളെ ചുമരുകള്, വാളുകൾ ഒക്കെ നമുക്ക് പേപ്പർ കൊണ്ടോ ഇല്ലെങ്കിൽ ക്ലോത്ത് കൊണ്ടോ നിർമ്മിക്കാൻ പറ്റുമോ? ഇല്ല. അവിടുത്തെ എന്താവണം, കുറച്ച് റിജിഡും ഹാർഡും ആയിരിക്കണം അല്ലേ? പേപ്പർ കൊണ്ടോ ക്ലോത്ത് കൊണ്ടൊക്കെ എന്താണ്, അത് വേഗം ഡാമേജ് ആയി പോവും. അതിനെന്ത് ചെയ്യില്ല, അത് കനയില്ല അല്ലെ? അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. പേപ്പറൊക്കെ വെള്ളം നനഞ്ഞാലൊക്കെ എന്ത് ചെയ്യും, അത് പേപ്പർ എന്താ ചെയ്യാ, നാശമായി പോവും. ക്ലോത്ത് ആണെങ്കിലും നാശമായി പോവും അല്ലെ? ഇതാവാൻ കുറച്ച് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരം മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കാറ് അല്ലെ? ചുമരുകളൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇല്ലേ നിങ്ങൾ? ഇല്ലെങ്കിൽ സ്റ്റോണുകൾ ഉപയോഗിച്ചിട്ടുള്ള വാളുകളെല്ലാം ഉണ്ടാകും. ഹാർഡ് ആൻഡ് റിജിഡ് while fabric is soft and flexible. The flexibility of fabric makes it more suitable to make clothes and curtains. Imagine if your clothes were made of wood. Jet and pair them with a material that is not suitable for it. Explain why these materials will not work to make these objects. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിള് കുറച്ച് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അവിടെ കുറച്ച് ഒബ്ജക്ട്സിന്റെ പേര് എഴുതും. മെറ്റീരിയൽസ്. അംബ്രല്ല നമുക്ക് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? സെക്കൻഡ് കോളത്തിൽ നമ്മൾ എന്ത് എഴുതണം? മെറ്റീരിയൽ ദാറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഇറ്റ്. അംബ്രല്ലയ്ക്ക് പേപ്പർ പറ്റുമോ? പേപ്പർ കൊണ്ട് അംബ്രല്ല ഉണ്ടാക്കി എങ്ങനെയാവും? യൂസ് ആവോ?
നമുക്ക് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, ഇല്ലെങ്കിൽ വെയിൽ കൊള്ളാതിരിക്കാനാണ് അംബ്രല്ല ഉപയോഗിക്കുന്നത്. അത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കി എങ്ങനെയാവും? നനഞ്ഞു പോവില്ലേ? വെള്ളം തൊട്ടാ എന്താവും? പേപ്പർ നാശായി പോവും. പേപ്പർ വിൽ ടിയർ ഇഫ് ഇറ്റ് ഗെറ്റ്സ് വെറ്റ് ഇൻ ദ റെയിൻ. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ഓരോരോ ഒബ്ജക്ട്സ് എഴുതിയിട്ട് അവിടെ നമുക്ക് സ്യൂട്ട് ആവാത്ത കാര്യങ്ങൾ എഴുതുക, മെറ്റീരിയൽസ്. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ ടൂത്ത് ബ്രഷ് ആണെന്ന് വിചാരിക്കൂ. നെക്സ്റ്റ് ഇവിടെ ടൂത്ത് ബ്രഷ് ആണെങ്കിൽ എന്താണ്? ടൂത്ത് ബ്രഷ് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ശരിയാവോ? ഇല്ല. എന്തുകൊണ്ടാണ്? മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ നമ്മ ഗമ്മൊക്കെ എന്താവും? ഹാംഫുൾ ആവും അല്ലേ? ഗമ്മൊക്കെ എന്ത് ചെയ്യും? മുറിഞ്ഞ് ചോര വരും. മെറ്റൽസ് എന്താ സോഫ്റ്റ് ആണോ? അല്ല. ടൂത്ത് ബ്രഷിന്റെ ബ്രിസിൽസ് ഒക്കെ എന്താണ്? ഭയങ്കര സോഫ്റ്റ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനത്തെ മെറ്റീരിയലോട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടൂത്ത് ബ്രഷിന്റെ ബ്രിസിൽസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ കാർ ടയർ നമുക്ക് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത? ഗ്ലാസ് എന്ത് ചെയ്യും? പെട്ടെന്ന് പൊട്ടിപ്പോവും അല്ലേ? ദ ഗ്ലാസ് വുഡ് shatter അണ്ടർ ദ വെയിറ്റ്. കാറിന് വെയിറ്റ് ഉണ്ടാവില്ലേ? അപ്പോ ടയർ വെയിറ്റ് ഗ്ലാസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ആ ഗ്ലാസ് പൊട്ടിപ്പോവും വേഗം. പിന്നെ റെയിൻകോട്ട് നമുക്ക് ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാ? വെരി ഗുഡ്. ക്ലോത്ത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ. നമ്മൾ റെയിൻകോട്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? മഴ പെയ്യുമ്പോ നനയാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഉപയോഗിക്കുന്നത്. In her odd pairs, Kushis playfully wrote, walls cannot be made of water. We do not make walls of water because എന്തുകൊണ്ടാ നമ്മൾ വാൾസ് വാട്ടർ കൊണ്ട് ഉണ്ടാക്കത്തെന്ന് പറഞ്ഞത്? They will fall അല്ലേ? വാട്ടർ എന്ത് ചെയ്യും? താഴെ വീഴുന്ന സാധനമാണല്ലേ? റിജിഡ് ആയിട്ട് നിൽക്കുവോ? ഇല്ല. വുഡ് ഹാപ്പൻ ടു വാട്ടർ വാൾസ്. വാട്ടർ കൊണ്ട് ഉണ്ടാക്കിയ വാൾസ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? We need solid things such as stone, bricks or wood to make walls. വാളൊക്കെ എങ്ങനെയായിരിക്കണം? നമ്മളൊക്കെ റിജിഡ് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, സോളിഡ് സാധനങ്ങളുണ്ട്. സോളിഡ് പറഞ്ഞാൽ എന്താ? കട്ടിയുള്ള സാധനങ്ങള് അല്ലേ? വാട്ടർ സോളിഡ് ആണോ? അല്ല. വാട്ടർ എന്താണ്? അങ്ങനെ ഫ്ലെക്സിബിൾ ആണ്. നമ്മള് വാട്ടർ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ എന്ത് ചെയ്യും? വാട്ടറിന് ആ ഗ്ലാസിന്റെ ഷേപ്പ് ആവും അല്ലേ? വേറെ ഒരു ബോട്ടിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ആ ബോട്ടിലിന്റെ ഷേപ്പ് ആവും. ബട്ട് സ്റ്റോണൊക്കെ അങ്ങനെയാണോ? അല്ല. സ്റ്റോണിനൊക്കെ ഒരു ഷേപ്പ് ഉണ്ടാവും അല്ലെ? ആ ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് ഒരു കുപ്പിയിലിട്ടോണ്ടോ ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലിട്ടോണ്ടോ ആ സ്റ്റോണിന്റെ ഷേപ്പ് മാറുമോ? ഇല്ല. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളെ നമ്മൾ എന്താ പറയാ? സോളിഡ് എന്നാ പറയാ. തിങ്സ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ദർ ഷേപ്പ്. നമുക്ക് അതിന്റെ ഷേപ്പ് മാറ്റാൻ പറ്റാത്ത സാധനങ്ങളെ എന്താ പറയുക നമ്മള്? സോളിഡ് എന്നാ പറയുന്നത്. വാട്ടർ ഡസ് നോട്ട് കീപ് ഇറ്റ് ഷേപ്പ്, ഇറ്റ് ഫ്ലോസ് അല്ലേ? വാട്ടറിന് എന്ത് ചെയ്യില്ല, അതിൻ്റെതായിട്ടുള്ള ഒരു ഷേപ്പ് ഒന്നുമില്ല. അത് ഏത് കണ്ടെയ്നറിലാണോ ഉൾക്കൊള്ളുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് അത് സ്വീകരിക്കും. അതുപോലെ തന്നെ ലെയറും നമ്മൾ ബലൂണിൽ വീർപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള ബലൂണുകളില്ലേ? എയർ എന്ത് ചെയ്യും? അതിങ്ങനെ ഫ്ലോ ചെയ്ത് പോവും അല്ലേ? ഡിഫറെന്റ് ഡിഫറെന്റ് വഴികളിലൂടെ എന്ത് ചെയ്യും? അത് എയർ ഫ്ലോ ചെയ്യും. എയറിനും എന്തില്ല? ഒരു ഷേപ്പ് ഇല്ല. If you pour water into a cup, it stays there. Water is a liquid. Air does not stay in a cup. ഒരു കപ്പിൽ നിങ്ങൾ കുറച്ച് ഊതിയ ആ എയർ അവിടെ നിൽക്കുവോ? ഇല്ല അല്ലെ? അതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കും അല്ലെ? It just floats in and out. That is because air is a gas. വാട്ടർ പോലെയാണോ എയർ? അല്ല. അതിങ്ങനെ എന്താണ്? ഇങ്ങനെ പാറി പറന്ന് നടക്കും അല്ലേ? എയർ എന്താണ്? ഗ്യാസ് ആണ്. നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നിങ്ങളെ ബുക്ക് സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ? സോളിഡ് ആണ് അല്ലെ? നിങ്ങളുടെ ബുക്കിന് ഒരു ഷേപ്പ് ഉണ്ട്. ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്? ഏത് പാത്രത്തിലാണോ അല്ലെങ്കിൽ ഏത് കണ്ടെയ്നറിലാണോ ഷേപ്പ് അത് സ്വീകരിക്കും. ഗ്യാസ് എന്താണ്? ഗ്യാസ് കണ്ടോ? ബലൂണൊക്കെ എന്താണെങ്കിൽ ബലൂണിലൊക്കെ ആ എയർ എങ്ങനെ എന്ത് ചെയ്യാണ്? ഫ്ലോ ചെയ്തുകൊണ്ട് എനിക്ക് ഫ്ലോട്ട് ചെയ്യാണ്. Group them another way. Here are the names of some objects: ink, stone, smoke, ice, steam, a spoon, honey, a bottle, a bag, water. ഇവിടെ കുറച്ച് ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം?
ഇഫ് ഇറ്റ് ഈസ് എ സോളിഡ്, നിങ്ങൾ അത് ഒരു സോളിഡ് ആണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നതിന് എന്ത് ചെയ്യണം? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തരംതിരിക്കണം, ഓരോ ഗ്രൂപ്പ് ആക്കി വെക്കുക. സോളിഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് ഇറ്റ്സ് നെയിം ഓൺ ദ ട്രേ. ഇഫ് ഇറ്റ് ഈസ് എ ലിക്വിഡ്, റൈറ്റ് ഇറ്റ്സ് നെയിം ഇൻ ദ ബോട്ടിൽ. നിങ്ങൾ സോളിഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ട്രേയിൽ അതിനെ എഴുതി വെക്കുക. ലിക്വിഡ് ആണെങ്കിൽ ഈ ബോട്ടിലിൽ എഴുതി വെക്കുക. ഗ്യാസ് ആണെങ്കിൽ നമുക്ക് എവിടെ എഴുതാം? ഈ ബലൂണിൽ എഴുതാം. ഇങ്ക എന്താണ്? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ? വെരി ഗുഡ്, ഇങ്ക് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. സ്റ്റോൺ, സ്റ്റോൺ ഏതാ? സോളിഡ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം അല്ലെ. സ്മോക്ക്, സ്മോക്ക് എന്താണ്? വെരി ഗുഡ്, ഗ്യാസ് ആണ്. പിന്നെ ഐസ്, ഐസ് ഏതാ? ഐസിന് കൃത്യമായ ഷേപ്പ് ഉണ്ട് അല്ലേ? നമുക്കതിനെ എന്തിൽ കൂട്ടാം? സോളിഡിൽ കൂട്ടാം. സ്റ്റീം, സ്റ്റീം ഏതിലാ വിടുക? ഗ്യാസ്. സ്പൂൺ ഏതിലാ വിടുക? വെരി ഗുഡ്, സോളിഡ്. ഹണിയോ? ഹണി ലിക്വിഡ് ആണ്. ഹണിക്ക് കൃത്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ടോ? ഇല്ല അല്ലെ. എ ബോട്ടിൽ, സോളിഡ്. എ ബാഗ്, സോളിഡ്. വാട്ടർ, ലിക്വിഡ്. മിൽക്ക് എന്താ? മിൽക്ക് ലിക്വിഡ് ആണ്. ഓയിൽ എന്താണ്? ഓയിൽ ലിക്വിഡ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് തരം തിരിച്ചെഴുതാം കേട്ടോ. Add some of your own objects in the tray, bottle and balloon. ട്രേയിലും ബോട്ടിലും ബലൂണും ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന കുറച്ച് സാധനങ്ങളുടെ പേരും കൂടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് സോളിഡിൽ എന്തൊക്കെ ചേർക്കാം? റോക്ക്, ബ്രിക്സ്, വുഡ് ഒക്കെ എന്താണ്? സോളിഡ് ആണ് അല്ലെ. ഗ്യാസിൽ എന്ത് ചെയ്യാം? ഓക്സിജൻ, നൈട്രജൻ. നിങ്ങൾ ടയറിലൊക്കെ നമ്മൾ നൈട്രജൻ ഒക്കെ നിറയ്ക്കാറില്ലേ? എയർ നിറയ്ക്കാറുണ്ട് അല്ലെ. എയർ ഒക്കെ എന്താണ്? ഗ്യാസ് ആണ്. Subject could be confusing, such as sand or a sponge or clay. Identify more such objects and write names of at least 3 of them. ചിലതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നമ്മളെ കൺഫ്യൂസിങ് ആക്കാറുണ്ട് അല്ലേ. അങ്ങനെ ആയിട്ടുള്ള സാധനങ്ങൾ എന്താണ്? സാൻഡ്, പിന്നെ സിലിക്ക ജെല്ല്, ജെല്ലുകൾ ഇല്ലേ, അതുപോലെ കോട്ടൺ ക്യാൻഡി. കോട്ടൺ ക്യാൻഡി കണ്ടിട്ടില്ലേ? ഇതൊക്കെ നമുക്ക് എന്താ, ഏതിലാണ് പെടുക? നമുക്ക് എന്ത് ചെയ്യും? കൺഫ്യൂസിങ് ആവും അല്ലേ. നാച്ചുറൽ തിങ്സും ആർട്ടിഫിഷ്യൽ തിങ്സും എന്താണ്? നാച്ചുറൽ തിങ്സ് എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ നിന്ന് കിട്ടുന്ന, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ നമ്മൾ എന്ത് പറയും? നാച്ചുറൽ തിങ്സ് എന്ന് പറയും. ഏതൊക്കെയാ നാച്ചുറൽ തിങ്സ്? മെറ്റീരിയൽസ് ലൈക്ക് റബ്ബർ, ഫൈബർ, വാക്സ് could be naturally produced by plants. നിന്ന്, animals നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് പറയും? നാച്ചുറൽ തിങ്സ് എന്ന് പറയും. നമ്മൾ അതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. നിങ്ങളിപ്പോ ഹണി ബീസിന്റെ കോമ്പ് കണ്ടിട്ടില്ലേ? അത് ഹണി ബീസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. മാൻ മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. അതിനെ എന്ത് പറയും നമ്മള്? പെട്രോളിയം ഒക്കെ ഉപയോഗിച്ചിട്ട്. അതിനെ നമ്മൾ എന്ത് പറയും? ആർട്ടിഫിഷ്യൽ തിങ്സ് എന്ന് പറയും. ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. പെട്രോളിയം ഈസ് എ ലിക്വിഡ് ഫൗണ്ട് ഡീപ് അണ്ടർഗ്രൗണ്ട്. പെട്രോള്, ഡീസൽ ഇതൊക്കെ എന്ത് ചെയ്യുന്ന എന്താണ്? എക്സ്ട്രാക്റ്റഡ് ഫ്രം പെട്രോളിയം. നമുക്ക് അണ്ടർഗ്രൗണ്ട്, ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ്, കുഴിച്ചെടുക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ എന്താണ്? നാച്ചുറൽ തിങ്സ് ആണ്. നാച്ചുറൽ തിങ്സിൽ പെടുന്ന ഏതൊക്കെയാണ്? നമ്മളിപ്പോ ആപ്പിള്, ക്യാരറ്റ്, മാംഗോ ഇതൊക്കെ എന്താണ്? പൊട്ടറ്റോ, വാട്ടർ ഇതൊക്കെ നാച്ചുറൽ തരുന്നതാണ്. സാൻഡ് അല്ലേ. ഇതൊക്കെ നമുക്ക് സോയില് ഇതൊക്കെ നാച്ചുറൽ തരുന്ന, അതൊക്കെ നാച്ചുറൽ തിങ്സ് ആണ്. ആർട്ടിഫിഷ്യൽ എന്തൊക്കെയാണ്? നിങ്ങളിപ്പോ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുമെന്ന് വിചാരിക്കും. പൊട്ടറ്റോ ചിപ്സുകള്, ആ ചിപ്സുകളൊക്കെ ആർട്ടിഫിഷ്യൽ ആണ്. ഇതൊക്കെ നമുക്ക് നാച്ചുറൽ കിട്ടുന്നതല്ല അല്ലെ, നമ്മൾ ഉണ്ടാക്കുന്നതാണ് ചിപ്സുകളൊക്കെ. അതുപോലെ സോഡ, കാർബണേറ്റഡ് ഡ്രിങ്ക്സുകള്, ഇപ്പൊ ഐസ്ക്രീം ഇതൊക്കെ നമുക്ക് പ്രകൃതി തരുന്നതാണോ? അല്ല നാച്ചുറൽ തരുന്നതല്ല, നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള മാൻ മെയ്ഡ് ആയിട്ടുള്ള എന്താ സാധനങ്ങളെ നമ്മൾ എന്ത് പറയും? ആർട്ടിഫിഷ്യൽ എന്ന് പറയും. നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ. Kushi drew a picture of a mango tree with a mango growing in it, and the tree, mango and birds are not made by humans. ആണോ? മനുഷ്യന്മാർ നിർമ്മിച്ചതാണോ ഇത്? മനുഷ്യന്മാർ ഉണ്ടാക്കിയതാണോ മാംഗോയും ബേർഡ്സിനെയും ട്രീസിനെയൊക്കെ?
അല്ല, അതൊക്കെ നമുക്ക് നാച്ചുറൽ തന്നാണല്ലേ. ബട്ട് occur naturally in nature. Things that exist naturally are called natural. The things that exist naturally are called natural. Natural things may be alive like plants and animals, or not alive like rocks, water and air. നാച്ചുറൽ തിങ്സിൽ അലൈവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, വാട്ടർ, റോക്കുകള്, അതുപോലെ തന്നെ എന്താണ് എയർ എന്ന് പറയുന്ന പോലെ തന്നെ അലൈവ് അല്ലാത്ത സാധനങ്ങൾ ഉൾപ്പെടും. That are made by people are called artificial. Things that are made by people are called artificial. ഏതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ? ലൈക്ക് ക്ലോത്ത്സ്, ഷൂസ്, ടേബിൾസ്, ചെയർ എക്സെട്ര. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതുക. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളുടെ പേര് എഴുതുക, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളുടെ പേരും എഴുതുക. അപ്പൊ നമ്മളെ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. മുന്നത്തെ ചാപ്റ്ററിന്റെ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവര് പോയി കാണുക.